വന്നിരുന്നതാ. ഏത് കുട്ടി? ഇപ്പൊ കുട്ടിയുടെ ദേഹത്തെ തട്ടിയ കുട്ടിയില്ലേ, ആ കുട്ടി. അവളാണോ ഇവിടെ ഇരുന്നിരുന്നത്? അതെ. സോറി. നല്ല ബാഗ്. ഇതവിടെ കിടക്കട്ടെ. ഹലോ, ഇനി നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ലിജോ. ലിജോ ഉള്ളടുത്ത് ലിജോ പറയുന്നത് നടക്കുക. അതുകൊണ്ട് എന്നെ അനുസരിച്ച എല്ലാവർക്കും നല്ലത്. കേട്ടല്ലേ എല്ലാരും? എന്റെ പൊന്നു കുമാരേട്ട, ടൂത്ത് ബ്രഷ് ഞാൻ വാഷ്റൂമിൽ തന്നെ വെച്ചിരുന്നതാണല്ലോ. ഇല്ലേ? എങ്കിലാ വാഷ് ബേസിലേക്ക് നോക്ക്. കുമാരേട്ടൻ തന്നെയാവും മാറ്റി വെച്ചത്. ആ വാഷ് ബേസിനല്ല, ഡൈനിങ് റൂമിലെ. ആ കിട്ടിയോ? കുമാരേട്ട, ക്ലാസ് തുടങ്ങാറായി. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ വിളിക്കല്ലേ. ഇന്നാണെങ്കിൽ ഫസ്റ്റ് ഡേയാ. ഇവിടെ ഒരു സമയവും ചിട്ടയൊക്കെ ഉണ്ട്. കുമാരേട്ടന്റെ പോലീസിലെ പോലെ ഡ്യൂട്ടി മാറിയൊന്നും ഇവിടെ കിട്ടില്ല. മിസ്, ഞാൻ ക്ലാസ്സിൽ. ആ എന്ത്? ടൂത്ത് പേസ്റ്റോ? ആ ബ്രഷ് വെച്ചിരിക്കുന്നിടത്ത് തന്നെ നോക്ക് കുമാരേട്ടാ. അവിടെ ഇല്ലേ? എന്നാ വാഷ്റൂമിൽ നോക്ക്. മിസ്, ഞാൻ ക്ലാസ്സിൽ കയറി ഇരുന്നോട്ടെ? കുട്ടികളെല്ലാം ക്ലാസ്സിൽ കയറി. ആ കേറിയിരുന്നോ. താങ്ക് യു മിസ്. അയ്യോ, കുമാരേട്ടനോട് വാഷ്റൂമിൽ കയറി ഇരിക്കാനല്ല പറഞ്ഞത്. ഇവിടെ ഒരു കുട്ടിയോട് ക്ലാസ്സിലേക്ക് പോവാൻ പറഞ്ഞതാ. കുട്ടി, ഇതെന്റെ സീറ്റാ. എന്നാരാ പറഞ്ഞേ? മിസ് എന്നെ ഇവിടെ ഇരുത്തിയേ. നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇവളെ ഇവിടെ ഇരുത്തുന്നത്? കണ്ടോ? ഇവരാരും കണ്ടിട്ടില്ല നിന്നെ ഇവിടെ ഇരുത്തുന്നത്. പിന്നെ ഇതെങ്ങനെയാ നിന്റെ സീറ്റ് ആവുന്നത്? എന്നെ ഇവിടെ തന്നെയാ മിസ് ഇരുത്തിയേ. എങ്കിൽ നീ ഇവിടെ ഇരിക്കണ്ടേ? ഞാൻ വാട്ടർ ബോട്ടിലെ വെള്ളം തീർന്നോണ്ട് അത് എടുക്കാൻ പോയതാ. നോണ, നീ ക്ലാസ്സിൽ വന്നിട്ടുമില്ല, ഇവിടെ ഇരുന്നിട്ടുമില്ല. നിങ്ങൾ ആരെങ്കിലും ഇവളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടോ? ഇവരാരും നിന്നെ കണ്ടിട്ടില്ല. അതായത് നീ ഈ ക്ലാസ്സിൽ ഇതിനു മുമ്പ് വന്നിട്ടുമില്ല, ഇവിടെ ഇരുന്നിട്ടുമില്ല. നുണച്ചി. ഞാൻ ഇവിടെ തന്നെ ഇരുന്നത്. ഇവരൊക്കെ എന്നെ കണ്ടതുവാ. എങ്കി അതിനൊരു തെളിവ് വേണ്ടേടി. അയ്യോ, എന്റെ ബാഗ്. എന്റെ ബാഗ് എവിടെ? ക്ലാസ് റൂമിന്റെ കോണിൽ ഒരു ബാഗ് കിടപ്പുണ്ട്. അത് നിന്റെയാ? അയ്യോ, അതാരാ അവിടെ കൊണ്ടുപോയിട്ടെ? ആ, എനിക്കറിയാൻ മേല. കുട്ടി തന്നെ അതെടുത്ത് കളഞ്ഞത്. എനിക്കറിയാം. എണീറ്റ് മാറ്. ഓടി അവിടുന്ന്. എഴുന്നേറ്റ്. കരയുന്നോ? ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാ കരയാൻ പാടില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. എന്താ സംഭവിച്ചത്? ഈ കുട്ടി എന്നെ തള്ളിയിട്ടു. ഞാൻ പോയി മിസ്സിനോട് പറയാം. നിക്ക്. നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ മിസ് എന്തിനാ? അത് നമ്മൾ തന്നെ പരിഹരിക്കണം.
പോടി. എഴുന്നേൽക്കടാ. അങ്ങോട്ട് നീങ്ങി നിക്ക്. കുട്ടി ആരാ? സത്യ, സത്യഭാമ, 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 സത്യഭാമ. ഇനി സംഭവിച്ചെന്താന്ന് കുട്ടി പറയേ. എന്നെ മിസ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതോ. വാട്ടർ ബോട്ടില് വെള്ളം നിറഞ്ഞപ്പോ അതെടുക്കാൻ ഞാൻ പുറത്തേക്ക് പോയി. അപ്പൊ ഈ കുട്ടി എന്റെ ബാഗ് എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നു. ഞാൻ ചോദിക്കാൻ ചെന്നപ്പോ എന്നെ താഴെ ഇട്ടു. ഈ കുട്ടിയാണോ മിസ് ഇവിടെ കൊണ്ടുവന്നിരുത്തിയത്? അതെ. അത് നിങ്ങളെല്ലാവരും കണ്ടതാണോ? അതെ. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ടേ ഇല്ലെന്ന് ഈ കുട്ടി വിളിച്ചു പറഞ്ഞപ്പോ ഇവരെല്ലാരും മിണ്ടായിരുന്നു. എന്താ കുട്ടിയുടെ പേര്? ലിജോ. ഈ കുട്ടി പോയി മിസ്സിനോട് പരാതി പറഞ്ഞാൽ എന്താ ഉണ്ടാവുന്നെന്ന് അറിയാവോ? കുട്ടിയെ പ്രിൻസിപ്പൽ വിളിപ്പിക്കും. പേരൻസ് സ്കൂളിൽ വരും. പിന്നെ ഈ സ്കൂളിൽ നിന്ന് എന്നെ പറഞ്ഞു വിടും. വേറൊരു സ്കൂളിലും അഡ്മിഷൻ കിട്ടുകയില്ല. കുട്ടിക്ക് പിന്നെ പഠിക്കാനേ പറ്റില്ല. ഇതൊന്നും വേണ്ട. തെമ്മാടിത്തരം കാട്ടിയ ഈ കൈ കുട്ടിയുടെ മുഖത്തിരിക്കും. സത്യഭാമ പറയുന്നത്. സത്യഭാമ, സത്യഭാമ, സത്യഭാമ. ഒപ്പമുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറണം, പ്രത്യേകിച്ച് പെൺകുട്ടികളോട്. എടി ബോർഡിനുള്ള വിളിയൊന്നും വേണ്ട. മനസ്സിലായോ കുട്ടിക്ക്? മനസ്സിലായോന്ന്? മനസ്സിലായി. എങ്കിലത് വാ തുറന്ന് പറയണം, കേട്ടല്ലോ? ചെയ്തത് തെറ്റാണെന്ന് കുട്ടിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. എങ്കിൽ ഈ കുട്ടിയോട് സോറി പറയേ. സോറി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എങ്കിൽ ഈ കുട്ടിക്ക് ബാഗ് എടുത്തോണ്ട് വന്ന് കൊടുത്തിട്ട് പോയി ബാക്ക് ബെഞ്ചിൽ പോയിരിക്കെ. സത്യ, 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 സത്യ. അത് പോരാ, ലിജയെ ഏത്തടിക്കണം. ലിജോ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും കൂടി ഈ കുട്ടി ഉപദ്രവിച്ചേ. ഈ കുട്ടി ഇവളോട് മോശമായി പെരുമാറിയപ്പോ നോക്കി നിന്നു, ഉണ്ടിട്ടപ്പോ ചിരിച്ചു. കൂട്ടത്തിൽ ഒരാൾ വീഴുമ്പോ ചിരിക്കല്ല വേണ്ടത്, കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കണം. എന്നിട്ട് കണ്ണീര് തുടച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ കുട്ടികൾ ചെയ്യേണ്ടത്. ലിജോ പോയി ഇരുന്നോളൂ. താങ്ക്സ് സത്യേ. കുട്ടി ഈ സ്കൂളിലായിരുന്നല്ലേ? അതെ. കുട്ടി ഈ ക്ലാസ്സിലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മളിനി ഫ്രണ്ട്സ് അല്ലേ? എപ്പോഴേ? എന്നാ പരസ്പരം താങ്ക്സ് പറയാൻ പാടില്ല. ഓക്കെ, കട്ട ഫ്രണ്ട്സ്. ഓൾസൺ. പറയണം മാഡം. ഞാൻ സുസ്മിത. ഞാൻ ഈ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു മാഡം. ആര് പറഞ്ഞു ഞാൻ വിളിക്കുമെന്ന്? അതിൻ്റെ ഒരു രീതി അങ്ങനെയാണല്ലോ മാഡം.
ചേരേണ്ടവർ തമ്മിൽ എന്നായാലും കൂടി ചേർന്നല്ലേ പറ്റൂ. ഉം. മാഡത്തിന്റെ അമ്മ മട്ടാഞ്ചേരി മാർട്ടിനുമായി ചേർന്ന് നടത്തിയ കളികളൊക്കെ തോറ്റ സ്ഥിതിക്ക് സ്വാഭാവികമായും പോൾസൺ അല്ലേ നറുക്ക് വീഴേണ്ടത്. പിന്നെ ചിറ്റപ്പൻ ACP ആയതുകൊണ്ട് ചിലപ്പോൾ വിളിക്കില്ലേ എന്നും ഞാനൊന്ന് സംശയിച്ചു. പോലീസിന് അവരുടെ പരിമിതികളുണ്ട് പോൾസ. അവരുടെ മുകളിലുള്ള ആളുകളോട് സമാധാനം പറയണം എന്തിനും. പോൾസന് അങ്ങനെ പരിധിയൊന്നുമില്ല മാഡം. മാഡം പറയണം. ഇനി പോലീസ് സമാധാനം പറയാനുള്ള മേലാളന്മാരാണ് ടാർഗറ്റ് എങ്കിലും പോൾസൺ റെഡിയാ. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പോൾസൺ ഫുൾ റീലോഡാ. എന്നാൽ ആ ശാലിനിയെ തന്നെ അങ്ങ് തട്ടിക്കളയാൻ പറഞ്ഞാലോ മൊത്തം പ്രശ്നവും തീരും. വേണ്ട, കളക്ടറെ തൊട്ടാ അത് വലിയ പൊല്ലാപ്പാവും. മാഡം ഒന്നും മിണ്ടാത്തത്. ആ പോലീസും പട്ടാളവും ഒന്നും അല്ല പോൾസ. ഇത് പോൾസന് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് കൂടി ഉള്ളൊരു ടാർഗറ്റാ. പറയണം മാഡം. ശ്യാമ ഓർമ്മയുണ്ടോ പോൾസന്? ശ്യാമയെ ഞാൻ എങ്ങനെ മറക്കാനാ മാഡം? അവളുടെ ഒരു വിഷ്ണുവേട്ടനും ശാലിനിയും രാജീവ് സാറും തന്തപ്പടിയൊക്കെ കൂടിയിട്ടാ പോൾസനെ കുറച്ചു കാലം ഷെഡിൽ കയറ്റിയത്. കാശിന്റെ കാര്യത്തിൽ അവളുടെ തന്തപ്പടിയുമായിട്ട് ഞാനൊരു സെറ്റിൽമെന്റിൽ എത്തിയിട്ടും ആ ACP ശ്രീരഞ്ജിനി കേസുകൾ ഓരോന്നായിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ടിരുന്നു. മയക്കുമരുന്ന് കേസല്ലേ? പോൾസന്റെ 6 വർഷമാ അവിടെ തീർന്നത്. അതിനെല്ലാം കൂടി കണക്ക് ചോദിക്കണ്ടേ പോൾസ? പിന്നെ ചോദിക്കാതെ. പോൾസൺ ജയിലിൽ നിന്ന് ഇറങ്ങിയത് തന്നെ ആ ടാർഗറ്റ് ആദ്യം മുന്നിൽ കണ്ടുകൊണ്ടാ. പോൾസന്റെ പ്രതികാരം വീട്ടാൻ പോൾസൺ റെഡി ആയിക്കോ, വിത്ത് പേയ്മെന്റ്. മാഡം ഇനി കാര്യം പറഞ്ഞില്ല. പറയാം. മാഡം, ശ്യാമയോട് എനിക്ക് പകയുണ്ടെന്ന കാര്യം സത്യമാണ്. പക്ഷേ ഇതൊരുമാതിരി ചീള് കേസല്ലേ മാഡം? ഇതിന് പോൾസന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ തന്നെ ആയിരുന്നല്ലോ പോൾസൺ ശ്യാമയെ പറ്റി ആദ്യവും വിചാരിച്ചിരുന്നത്. എന്നിട്ടിപ്പോ എന്തായി? ചായക്കടക്കാരി ശാരദാമ്മയുടെ മോൾ ശ്യാമയ്ക്ക് പോൾസനെ 6 വർഷം ജയിലിൽ കയറ്റാമെങ്കിൽ സത്യഭാമയുടെ മരുമകൾ ശ്യാമയ്ക്ക് 60 വർഷം തുറങ്കലിലടയ്ക്കാനുള്ള ശേഷിയുണ്ട്. പേടിയുണ്ടെങ്കിലേ അതങ്ങ് തുറന്നു പറഞ്ഞാ പോരെ പോൾസ? മാഡം ഇപ്പൊ വെച്ചോ. നമ്മൾ തമ്മിലുള്ള ബാക്കി സംസാരം ഞാൻ സ്പോട്ടിൽ എത്തിയിട്ട്. അങ്ങനെ പോൾസൺ ഫയറായി നടക്കേണ്ടതിനി അതിന്റെ മുറയ്ക്ക് നടന്നോളൂ. സത്യഭാമേ, ഒരു ഉണക്ക കളക്ടർ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ നെകളിക്കണ്ട. പോലീസിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ഗുണ്ടകളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം ഞാൻ. മക്കൾക്ക് നോവുമ്പോഴാ സത്യഭാമേ അമ്മമാർക്ക് വേദനിക്കുന്നത്. എനിക്ക് നൊന്തപ്പോ എന്റെ അമ്മ വേദനിച്ചത് എത്രയാണെന്ന് ശാരദാമ്മേ നിങ്ങളും അറിയണം. എടാ, എന്തായിരുന്നടാ ഇത്ര അത്യാവശ്യം? സ്വന്തം കുഞ്ഞിനെ സ്കൂളിൽ അയക്കുന്ന ആദ്യ ദിവസമെങ്കിലും ഒപ്പം ഒന്ന് പൊയ്ക്കൂടെ? നമ്മുടെ ഹോട്ടലിൽ ചില നവീകരണ പ്രവർത്തനങ്ങളുണ്ട് അച്ഛാ. അതിന് കോർപ്പറേഷനിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അത് ഞാൻ തന്നെ കൂടെ നിന്ന് ചെയ്തില്ലെങ്കിൽ അത് നടക്കില്ല. ഓ, ഹോട്ടലും ജോലിയും. എടാ, അതൊക്കെ താൽക്കാലികമാ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നതേ കുടുംബമാണ്. അതിൽ ഓർത്തിരിക്കാനേ ഇതുപോലുള്ള ചില നല്ല നിമിഷങ്ങളെ പിന്നീട് ഉണ്ടാവുള്ളൂ. ഈ കുട്ടികൾ പെട്ടെന്ന് അങ്ങ് വളർന്നു പോകും. അപ്പോഴവരോട് കുറച്ച് സമയം ചെലവഴിക്കണം തോന്നിയാലും അവർക്കതിന് സമയമൊന്നും ഉണ്ടാവണമെന്നില്ല.
അതൊക്കെ ശരിയാച്ചാ. മറ്റു കുട്ടികളുമായി സ്വയം താരതമ്യം ചെയ്താ ഇപ്പോഴത്തെ കുട്ടികൾ ജീവിക്കുന്നത്. അവരുടെ കൂട്ടുകാരുടെ കൂടെയോ ബാഗോ പുതിയ മോഡലാണെങ്കിൽ അവർക്കും അത് വേണം. അച്ഛനമ്മമാർക്കത് വാങ്ങാൻ പാങ്ങില്ലെങ്കിൽ അവർ മുഖത്ത് നോക്കി ചോദിക്കും അച്ഛൻ എന്തൊരച്ഛനാണെന്ന്. അതിനൊക്കെ പണം വേണ്ടേ? ആഹാ, രോഹിത് എത്തിയോ? ആ, അവളെ സ്കൂളിലാക്കിയോ സത്യമേ? ആക്കി. അമ്പലത്തിലൊക്കെ കയറി തൊഴുതു പ്രാർത്ഥിച്ചതിന് ശേഷം അവളെ കൊണ്ടാക്കിയത്. അവള് ഹാപ്പി ആണല്ലോ അല്ലേ? പിന്നെ ഇവനുണ്ടായിരുന്നില്ല കൂടെ. ഇപ്പോ ഇതൊരു സമ്പൂർണ്ണ കുടുംബം. ഒരാൾക്കൊരു അസൗകര്യം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേറൊരാളുണ്ട്. പക്ഷേ ഒരു കുറവുണ്ട്. ആ, അതും പരിഹരിക്കണം. പപ്പി സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴും ഒരു ചോദ്യം ചോദിച്ചു. അതിനാർക്കും ഒരു മറുപടി കൊടുക്കാനില്ലായിരുന്നു. തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ. അവള് വളർന്നു വരിക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രായവുമായി. അതിന് ഒരു പരിഹാരം കാണണം. ഇനി അങ്ങനെ ഒരു ചോദ്യം ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല. സത്യമേ പറഞ്ഞാണ് വന്നിട്ടുണ്ട്. വരണം വിജയകുമാറെ. ഓ, നമസ്കാരം സത്യാമ്മേ. നമസ്കാരം. നമസ്കാരം സാറേ. ആ ഇങ്ങോട്ടിരിക്കേ. ഓ, ഇതാണോ സത്യാമ്മയുടെ മകൻ വിഷ്ണു? അതെ. ബോളിവുഡ് ഹീറോയെ പോലുണ്ടല്ലോ. പൊന്നി, വിജയകുമാറിനൊരു ചായ. അയ്യോ, ഒന്നും വേണ്ട കേട്ടോ. വേറെ 1-2 ക്ലയൻസിന്റെ വീട്ടിൽ കൂടെ പോകാനുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ചായ കുടിച്ച് വയറ് നിറഞ്ഞിരിക്കുക. ഉള്ളത് പറഞ്ഞ് ഇക്കാര്യം ഞങ്ങളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ബോളിവുഡ് ഹീറോയ്ക്ക് ഒരു ഹീറോയിനെ വേണം. ഇക്കാര്യത്തിൽ സത്യത്തിൽ എനിക്ക് വിജയകുമാറിനെ ഇടപെടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഷൺമുഖദാസിനോട് നേരിട്ട് ചോദിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഒരു മടി. പറ്റില്ലാന്ന് ഷൺമുഖദാസ് എടുത്തടിച്ചൊരു വാക്ക് പറഞ്ഞ് ബന്ധത്തിലൊരു മുഷിച്ചിലുണ്ടാവും. ഇതിനൊക്കെ ഒരു ഇടനിലക്കാരനുള്ളതല്ലേ നല്ലത്. ആ, അതാ സത്യാമ്മ അതിന്റെ വഴി. രാഘവേട്ടന് മനസ്സിലായില്ലേ? മുൻമന്ത്രി വെമ്പായം ഷൺമുഖദാസിന്റെ കാര്യം പറഞ്ഞത്. അല്ല, അയാൾക്കെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. അയാൾക്കൊരു മോളുണ്ട്, മഞ്ചരി. നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. ഒരു ഫംഗ്ഷനിൽ വെച്ച് ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നു. ഒറ്റ നോട്ടത്തിൽ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ദാ, ഇത് തന്നെ. ഐശ്വര്യം മാത്രമല്ല, നല്ല വിനയവും സൗന്ദര്യവും സ്വഭാവശുദ്ധിയും ഒക്കെയുള്ള കുട്ടിയാ. തറവാടിത്തത്തിന്റെയും സാമ്പത്തിക നിലയുടെയും കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. ഭരണതലത്തിലുള്ള സ്വാധീനം അത് വേറെ. എടാ, ഇതൊന്ന് നോക്ക്, നിനക്കിഷ്ടപ്പെടും. അപ്സരസിനെ പോലൊരു പെണ്ണ്.